ഹോട്ടലിലെ ഫുഡിനൊക്കെ ഇപ്പോഴും GST ഈടാക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. നല്ല മീൻ കൂട്ടി ഊണ് കഴിച്ചാലോ എന്ന ബോർഡ് കണ്ടതുകൊണ്ടും നല്ല വിശപ്പുള്ളതുകൊണ്ടും പിന്നെ കൂടെ വന്ന തൊഴിലാളിക്ക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പേര് പോലും മറന്നു പോകുന്ന അവസ്ഥയുള്ളതുകൊണ്ടും ഒരു ഹോട്ടലിലേക്ക് കയറി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. തൊഴിലാളി ചോറും മീനും, ഞാനൊരു ബിരിയാണിയും പറഞ്ഞു. പുള്ളിക്കാരിയുടെ ചോറും കറിയൊക്കെ വളരെ പെട്ടെന്ന് വന്നു. ഞാനാണെങ്കിൽ അവൾ കഴിക്കുന്നത് നോക്കി വെള്ളം ഇറക്കിയിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ എന്റെ ബിരിയാണി എത്തി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഊണും മീനും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. കിളിമീനായിരുന്നു. ഇതിന് 130 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കറിയും നല്ലതൊക്കെയായിരുന്നു. പാലക്കാട്ടുകാരുടെ സ്വന്തം കുമ്പളങ്ങിയും ചിക്കനും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ബിരിയാണിയുടെ കൂടെ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്കിഷ്ടമായി. പക്ഷേ മുട്ടയില്ല. അത്യാവശ്യം വലുപ്പമുള്ള 2 ചിക്കൻ പീസൊക്കെ ആയിരുന്നു ബിരിയാണിയിൽ ഉണ്ടായിരുന്നത്. ചക്കപ്പായസം വേണോ എന്ന് ഒരു സപ്ലയർ ചേച്ചി ചോദിച്ചതുകൊണ്ട് ഒരു ഗ്ലാസ് ചക്കപ്പായസം വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ബില്ല്. പായസത്തിന് എക്സ്ട്രാ ചാർജ് ഉണ്ടായിരുന്നു എന്ന് ബില്ല് കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. ബില്ലിൽ GST ഉണ്ട്. ഹോട്ടൽ ഏതാണെന്ന് ചിന്തിക്കുന്നവരോട് പറയാം, പാലക്കാട് ചിറ്റൂർ റോഡിലുള്ള കടൽ കാന്താരി. അപ്പോ ഓക്കെ, ബൈ.